ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിവരാവകാശ നിയമം 2005 കുറിച്ചാണ്. ഇനി ഒരു ഒന്ന് രണ്ട് ടോപ്പിക്കും കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ നിയമങ്ങൾ പിന്നെ കമ്മീഷനുകൾ അവയെല്ലാം പൂർത്തിയാവും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് വിവരാവകാശ നിയമം 2005. അതിൽ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുമാണ്. ഓക്കെ, ആദ്യം നമുക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് പൊതുവായിട്ടൊന്ന് പറയാം. എന്താണ് വിവരാവകാശം എന്ന് പറഞ്ഞാൽ, സർക്കാരിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. എന്താണ് വിവരാവകാശ നിയമം പറഞ്ഞാൽ, സർക്കാരിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുക, സാധാരണക്കാരായ പൗരന്മാരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ഇന്ത്യ ഏകദേശം 55ാമത് രാജ്യമായിട്ടാണ് വരുന്നത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-നാണ്. അപ്പോൾ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എപ്പോഴാണ്? 2005 ജൂൺ 15-നാണ് ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കിയത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. അപ്പോൾ പാസാക്കിയത് 2005 ജൂൺ 15-നും അത് പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-നുമാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം എന്നത് തമിഴ്നാടാണ്. അത് 1997-ലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെപ്പോഴാണ്? 1997-ലാണ്. അപ്പോൾ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. പക്ഷെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 ജൂൺ 15-ന് നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ന്. അപ്പോൾ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12. ആദ്യമായി പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട് 1997. ആദ്യമായി പാസാക്കിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് 2002-ലെ ഇൻഫോർമേഷൻ ആക്ട് ആണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് ഏതാണ്? 2002-ലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട്. ഈ നിയമത്തിലെ പ്രധാന ദൗർബല്യം ജനങ്ങളുടെ വിവരാവകാശത്തെ അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നു. അപ്പം ഈ നിയമം മാറി പുതിയ നിയമം വരാൻ എന്താ കാരണം? ഈ നിയമം ജനങ്ങളുടെ വിവരാവകാശത്തെ അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനമായി കാരണമായി കൊണ്ടിരുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം അപ്പീലുകൾ നൽകാൻ ഇത് വ്യവസ്ഥ ചെയ്തു. ഇതിൽ നമുക്ക് കോടതിയിൽ പോയിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടാനുള്ള നമ്മുടെ അധികാരത്തെ തടയുകയും ചെയ്തു 2002-ലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട്. അതുകൊണ്ടാണ് അത് റദ്ദ് ചെയ്തിട്ട് വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത്. ഇനി പറയുകയാണ് പറഞ്ഞാൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് 2005 മെയ് 11-നാണ്. അപ്പോൾ വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് എന്നാണ് 2005 മെയ് 11-ന്. രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12-നും പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15-നുമാണ്. അപ്പം നമ്മൾ പറഞ്ഞു പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-നാണെന്ന് പറഞ്ഞു. അതാണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതാണ് അത് പാർലമെന്റ് പാസ്സാക്കുന്നത്. പിന്നെ ഇത് നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു 2005 ഒക്ടോബർ 12-നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഇനി വിവരാവകാശ നിയമം എന്താണ്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം പറയുന്നത്. ആ നിയമത്തിൽ ഒപ്പുവെച്ചത് നമ്മൾ പറഞ്ഞു 2005 ജൂൺ 15-ന് പ്രസിഡന്റ് ഒപ്പുവെച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? 2005 ജൂൺ 5-ന് ഒപ്പുവെച്ച പ്രസിഡന്റാണ് രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം
ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയത് സ്വീഡനാണെന്നും ഇന്ത്യ അത് 55ാമത്തെ ഇതായിട്ടാണ് ഇന്ത്യ അത് നടപ്പിലാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. അത് നിയമത്തിൽ വരുമ്പോൾ ഉള്ള നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം 2005 ആകെ ഷെഡ്യൂളുകൾ എന്നത് 2ഉം അധ്യായങ്ങൾ 6ഉം വകുപ്പുകൾ 31ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഷെഡ്യൂളുകളുടെ എണ്ണം 2ഉം അധ്യായങ്ങളുടെ എണ്ണം 6ഉം വകുപ്പുകളുടെ എണ്ണം 31മാണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം 2005. ഇതിൽ മുമ്പുള്ളത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആയിരുന്നു. അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 2005 വിവരാവകാശ നിയമം വന്നത്. ആ വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് തമിഴ്നാടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 പറഞ്ഞു. ഇതിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി APJ അബ്ദുൽ കലാം ആണെന്നും ആ സമയത്ത് പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണെന്നും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണെന്നും നമ്മൾ പറഞ്ഞു. ഇനി വിവരാവകാശം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ് പറഞ്ഞാൽ 19(1)A പ്രകാരമാണ്. അപ്പോൾ നമുക്ക് പറയാം ആർട്ടിക്കിൾ 19 ഏതിലാണ് വരുന്നത്? മൗലികാവകാശങ്ങളിലാണ് വരുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിലാണ് വരുന്നത്. അതിലാണ് നമ്മളുടെ വിവരാവകാശം വരുന്നത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കാൻ പ്രേരക ശക്തിയായ ഒരു സംഘടന ഏതാണ് പറഞ്ഞാൽ മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് തവണ ചോദിച്ച സംഘടനയുടെ പേരാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തി അരുണ റോയ് ആയിരുന്നു. സംസ്ഥാനം രാജസ്ഥാനായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഇതുവരെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടൻ, നേതൃത്വം നൽകിയ വ്യക്തി അരുണ റോയ്, സംസ്ഥാനം രാജസ്ഥാനാണ്. ഓക്കെ, ഇനി നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. ഓക്കെ, വിവരാവകാശ നിയമം 2005 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം 2005 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ഇന്ത്യയിലെ ഒരു സുപ്രധാന അതോറിറ്റിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അത് നിയമം മൂലം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, അത് നിയമം മൂലം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. 2005 വിവരാവകാശ നിയമപ്രകാരം 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ അധികാര പരിധി പറയുന്നത് എല്ലാ കേന്ദ്ര പൊതു അധികാരങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശത്തിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത് എല്ലാ കേന്ദ്ര പൊതു അധികാരികൾക്കും ബാധകമാണ്. അതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാതെ വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 5 കമ്മീഷണർമാരാണ് ഉണ്ടായിരുന്നത്. എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആസ്ഥാനം, എല്ലാത്തിലും നമ്മൾ ആസ്ഥാനം നോക്കണം. CIC ഭവൻ ന്യൂഡൽഹി ആയിരുന്നു. മുമ്പ് ഇത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി ആയിരുന്നു. ഇപ്പോൾ ആസ്ഥാനം ഏതാണ്? CIC ഭവൻ ന്യൂഡൽഹിയാണ്. മുൻപ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി ആയിരുന്നു. ഇനി ഇവരുടെ അംഗങ്ങളെ എല്ലാവരും തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല പറഞ്ഞു. അപ്പോൾ ഇതിലെ ആൾക്കാരെ ആരാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതും കൂടി നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി ചെയർപേഴ്സണായ സമിതിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതി മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നു. അപ്പോൾ ഇവിടെ നിയമനം രാഷ്ട്രപതിയാണെങ്കിൽ കൂടി ആരെയെല്ലാം നിയമിക്കണം, ഏത് വ്യക്തിയെ നിയമിക്കണം എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രി ചെയർപേഴ്സണായ സമിതിയുടെ ശുപാർശ പ്രകാരം മാത്രമാണ്. നിയമനം മാത്രമാണ് രാഷ്ട്രപതിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 10ൽ കൂടാതെ വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങണം എന്ന് പറഞ്ഞു. പിന്നെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആർക്ക് മുമ്പാകെയാണ്? അപ്പം നമ്മൾ പറഞ്ഞു നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സത്യപ്രതിജ്ഞ
രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. അതുപോലെ തന്നെ അവർ എന്ത് നൽകുന്നത്, രാജി സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. ഇനി ഇവരുടെ നിയമനം, ആരൊക്കെയാണ് ഇവരെ നിയമിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി, ആരൊക്കെയാണ് പറയുന്നത് പറഞ്ഞാൽ പ്രധാനമന്ത്രി, പിന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ആരെ നിയമിക്കുന്നത്, കമ്മീഷണർമാരെ നിയമിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാം, ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പറഞ്ഞാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. പിന്നെ 10ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇവരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരാണ് എന്ന് പറഞ്ഞു. അടുത്തത് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാലയളവിലേക്കോ അല്ലെങ്കിൽ അവർക്ക് 65 വയസ്സ് തികയുന്നത് വരെയോ അതിൽ ഏതാണോ ആദ്യം വരുന്നത് അതുവരെ അവർ ഭരണത്തിൽ തുടരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാലയളവിലേക്കോ അല്ലെങ്കിൽ അവർക്ക് 65 വയസ്സ് തികയുന്നത് വരെയോ ഇതിലേതാണ് ആദ്യം വരുന്നത് അതുവരെ അവർ പദവിയിൽ ഉണ്ടാവും. പക്ഷെ ഇവർക്ക് പുനർനിയമനത്തിന് അർഹരല്ല. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ അവർ നിയമനത്തിന് അർഹരാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ പുനർനിയമനത്തിന് അർഹരല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ കറക്റ്റായിട്ടുള്ള കാലാവധി പറയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാലയളവിലേക്ക്, എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റാണ് അവരെ നിയമിക്കുന്നത്, പക്ഷെ അവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, നിയമിക്കുന്നതും ശുപാർശ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്, നിയമിക്കുന്നതും അവർ രാജി സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. ഇനി അടുത്തത് നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഉയർന്ന അധികാരമുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. 2005 വിവരാവകാശ നിയമം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മാത്രമല്ല, സംസ്ഥാന തലങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വിവരാവകാശ കമ്മീഷൻ വേണം എന്നും കൂടി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉയർന്ന അധികാരമുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അത് നമ്മളിവിടെ പറഞ്ഞു. അവിടെ എന്ത് ചെയ്യണം? അവിടെ നൽകിയിട്ടുള്ള പരാതികൾ പരിശോധിച്ച് അപ്പീലുകൾ തീർപ്പാക്കുകയാണ് പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഓഫീസ്, ധനകാര്യ സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം മുതലായവയുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന പരാതികളും അപ്പീലുകളും ഇവർ പരിഗണിക്കുക. കമ്മീഷനിലെ അംഗസംഖ്യ നമുക്കിന്ന് പറയാം. അതിൽ ആരൊക്കെയാണ് പറഞ്ഞാൽ ഒരു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാതെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുമുണ്ട്. ഏകദേശം ഒരേ അംഗങ്ങളാണ് ഇതിലും വരുന്നത്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? അവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയാണ്. പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയും. ഏകദേശം എല്ലാം ഒരുപോലെ വരുന്നത്. പ്രധാനമന്ത്രിയെങ്കിൽ മുഖ്യമന്ത്രി, അവിടെ ഇവിടെയും പ്രതിപക്ഷ നേതാവ്, പിന്നെ അവർ നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ഇവിടെ സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി. ഇങ്ങനെ 3 അംഗ സമിതിയാണ് ശുപാർശ ചെയ്യുന്നത്. ഇത് പ്രകാരം ആരാണ് നിയമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിയമനമാരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. ഇങ്ങനെ നിയമിക്കുന്നവർ ആരെ വേണമെങ്കിലും നിയമിക്കാൻ പറ്റില്ല. ഈ നിയമം, ശാസ്ത്രം, സാങ്കേതികം, സാമൂഹിക സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാധ്യമ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ വിപുലമായ അറിവും അനുഭവ പരിജ്ഞാനവുമുള്ള പൊതുജീവിതത്തിൽ ഉന്നതമായ വ്യക്തികളായിരിക്കണം ഇങ്ങനെ നിയമിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. എന്നാൽ അവർ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയോ പാർലമെന്റ് അംഗമോ നിയമസഭാ അംഗമോ ആകാനും പാടില്ല. അതുപോലെ തന്നെ അവർ ലാഭകരമായ മറ്റേതെങ്കിലും ഓഫീസ് വഹിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയോ തൊഴിൽ ചെയ്യുകയോ ചെയ്യരുത് എന്നും കൂടി വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാലയളവിലേക്ക് അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്
സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർക്കും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർക്കും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർക്കും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കാലയളവിലേക്കോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് അവരുടെയും നിയമനം എന്ന് പറയുന്നത്. ഇവർക്കും പുനർനിയമനത്തിന് അർഹതയില്ല. അപ്പോൾ ഇവർ പല മേഖലകളിൽ കഴിവുള്ള വ്യക്തികളാവണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ജോലിയോ തൊഴിലോ ബിസിനസ്സോ നടത്തുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർലമെന്റ് അംഗമോ നിയമസഭാ അംഗമോ ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവരെ നീക്കം ചെയ്യുന്നത് നിയമിക്കുന്നതും ഗവർണറാണ്. ഇവരെ നിർദ്ദേശിക്കുന്നത് 3 അംഗ സമിതി, മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്ന ഒരു 3 അംഗ സമിതി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറയുകയാണ് പറഞ്ഞാൽ നമുക്ക് ഇവരുടെ അപേക്ഷ സമർപ്പിക്കുന്ന രീതിയെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ പറയാം, ഈ രണ്ടെണ്ണത്തിനെയും കമ്പയർ ചെയ്ത് പറയാം. കേന്ദ്രത്തിൽ രാഷ്ട്രപതി നിയമനം, കേരളത്തിൽ അല്ലെ സംസ്ഥാനത്ത് ഗവർണർ നിയമനവും നീക്കം ചെയ്യലും ഗവർണറാണ്. കേന്ദ്രത്തിൽ രാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞു. ഇവരുടെ കാലയളവ് 2 ഭാഗങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അവരുടെ വയസ്സ് എന്ന് പറയുന്നത് 65 വയസ്സ് വരെയാണ്. ഇവരുടെ നിയമനം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേന്ദ്രത്തിൽ രാഷ്ട്രപതിക്ക് മുൻപാകെയാണെങ്കിൽ കേരളത്തിൽ ഗവർണർക്ക് മുൻപാകെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇവരെ തെരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയെ കുറിച്ച് പറഞ്ഞു. കേന്ദ്രത്തിൽ ആരാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവും പ്ലസ് പ്രധാനമന്ത്രി പറയുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമാണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയും നിയമസഭാ പ്രതിപക്ഷ നേതാവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2005 വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) പ്രകാരമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്ന് പറഞ്ഞു. 2005 ഡിസംബർ 19 പ്രസിദ്ധീകരിച്ച ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നും നമ്മൾ പറഞ്ഞു. പിന്നെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? അംഗസംഖ്യ നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് പറഞ്ഞാൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. വിവരാവകാശ കമ്മീഷണറിൻ്റെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ഘടന എന്ന് പറയുന്നത് പറഞ്ഞു. പിന്നെ ഇവരുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ വിവരാവകാശം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. പിന്നെ നമുക്ക് വിവരാവകാശ കമ്മീഷനിൽ തന്നെ 2 അപ്പീൽ പോകാൻ പറ്റും. ആ അപ്പീലിലൊക്കെ തീർപ്പ് കൽപ്പിക്കുക. അതായത് ആദ്യത്തേൽ നമുക്ക് ആ നിയമം കിട്ടിയതിൽ നമ്മൾ സാറ്റിസ്ഫൈ അല്ല പറഞ്ഞാൽ വീണ്ടും നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. കഴിഞ്ഞ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ തയ്യാറാക്കിയ അപേക്ഷ മാധ്യമം വഴിയോ, അതായത് ഇലക്ട്രോണിക് മാധ്യമം വഴിയോ തപാലിലോ രേഖാമൂലമോ എങ്ങനെയാണെങ്കിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസത്തിനുള്ളിൽ അവർ പറയുന്ന ഫീസ് അടയ്ക്കണം. ആ ഫീസ് വാങ്ങി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകണം. ഇനി ഇത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിക്കാതെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് സമർപ്പിച്ചതെങ്കിൽ അദ്ദേഹം 35 ദിവസത്തിനുള്ളിൽ 30 ദിവസം എന്നത് 35 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഇനിയിപ്പോൾ ആവശ്യപ്പെട്ട വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അപ്പോൾ അത് 48 മണിക്കൂറാണ്, 24 മണിക്കൂറല്ല. അത് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും പെട്ടെന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് കേട്ടാൽ നമ്മൾ വേഗം 24 എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ 40 മണിക്കൂറാണ്. ഇതിലൊരു 3-ാം കക്ഷി ഉൾപ്പെടുന്നതെങ്കിൽ 40 ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്. 3-ാം കക്ഷിയോട് അഭിപ്രായം ആരായാനുള്ള സമയപരിധി 5 ദിവസമാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 2-ാം അപ്പീലിന് പോകുന്നത് വിവരാവകാശം 1-ാം അപ്പീലിന് മേൽ 2-ാം അപ്പീലിന് പോകുന്നതിനുള്ള സമയപരിധി എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിലാണ്. നമുക്ക് അവിടെ നിന്ന് ആദ്യം മറുപടി കിട്ടിയ 30 ദിവസത്തിനുള്ളിലാണ് നൽകേണ്ടത് 1-ാം അപ്പീൽ നൽകേണ്ടത്. വിവരം കിട്ടിയിട്ട് അടുത്ത അപ്പീൽ നൽകേണ്ടത്. 2-ാം അപ്പീൽ നൽകേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. നമ്മൾ പറഞ്ഞു 2 അപ്പീലിന് പോകാൻ കഴിയും എന്ന് പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 രൂപയുള്ള ഒരു കോഡ് ഫീസ് സ്റ്റാമ്പാണ്. ആ സ്റ്റാമ്പിൻ്റെ മൂല്യമാണ് 10 രൂപ എന്ന് പറയുന്നത്. പിന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ അവർക്ക് നമ്മൾ ഓൾറെഡി
കൊടുത്തിട്ട് ആ സമയപരിധി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീസ് നൽകേണ്ടതില്ല. അതുപോലെ വിവരം നൽകുന്നതിൽ നിന്ന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിഴയുണ്ട്. എത്രയെന്ന് പറഞ്ഞാൽ 250 രൂപ മുതൽ 250 രൂപ വീതമാണ് ഒരു ദിവസത്തിന് പിഴ വരുന്നത്. ഏത് വരെയാണ് പരമാവധി വരുന്നത്? 25,000 രൂപ വരെയാണ് പിഴ വരുന്നത്. 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ് പിഴ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി വിവരാവകാശ നിയമപ്രകാരം പേജിൽ വിവരം ലഭിക്കുന്നതിന് പുതുക്കിയ നിരക്ക് 3 രൂപയായിരുന്നു. ഇതിനു മുൻപ് 2 രൂപയായിരുന്നു എന്ന് പറയാം. പിന്നെ ഈ വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ അതിന് എത്ര ചിലവാകുന്നുണ്ടോ ആ തുകയാണ് വരിക. ഇനി വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യം 1 മണിക്കൂറിലും സൗജന്യം, തുടർന്നുള്ള ഓരോ മണിക്കൂറിലും 5 രൂപ വീതവും നൽകണം. ഇനി നമുക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച് പൊതുവായിട്ട് കുറച്ച് പറയാം. അതിൽ നമ്മൾ പറഞ്ഞു 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം വന്നത് എന്ന് പറഞ്ഞു. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണെന്ന് പറഞ്ഞു. അതിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണെന്നും ആ സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്നും ഈ നിയമം നിലവിൽ വരാൻ സ്വാധീനം ചെലുത്തിയ കേസ് എന്ന് പറയുന്നത് രാജനാരായണം വിസ് UP കേസാണ് എന്നും നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ആരാണ്? ഷാഹിദ് റാസ ബർണായാണ്. അത് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്തത്? വിവരാവകാശ അപേക്ഷ നൽകിയത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ 2 ഷെഡ്യൂളുകളും 6 അധ്യായങ്ങളും 31 വകുപ്പുകളുമാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഏതൊക്കെ കോടതിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവർക്കാണ് അവകാശമുള്ളത്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത എന്ന് പറയുന്നത് ദീപക് സന്ധു ആണ്. ഇന്ത്യയിലെ ആദ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് കാരണം വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ആസാമും. വിവരാവകാശ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു കിസാൻ മസ്തി സംഘടൻ എന്ന് നമ്മൾ പറഞ്ഞു. മസ്തൂൻ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയെ കുറിച്ച് പറഞ്ഞു. വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായിട്ടുണ്ടായിരുന്ന മസ്തൂൻ കിസാൻ ശക്തി സംഘടന ആണെന്നും അതിന് നേതൃത്വം നൽകിയത് അരുണ റോയ് ആണെന്നും അത് രാജസ്ഥാനിലാണ് ആദ്യമായി വന്നത് എന്നും പറഞ്ഞു. ഇതിൽ വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണെന്ന് പറഞ്ഞു. ആദ്യമായി ഈ നിയമം പുറത്തിറക്കിയത് സ്വീഡനും ഇന്ത്യ 55ാമത് രാജ്യമാണെന്നും പറഞ്ഞു. പിന്നെ പറയുകയാണ് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ മനുഷ്യാവകാശത്തിലെ 19 ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത് വന്നത്? വിവരാവകാശ നിയമത്തെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പറയുകയാണ് പറഞ്ഞാൽ ഇതിലേക്ക് പിഴ വരുന്നത് നമുക്ക് കറക്റ്റായി വിവരം നൽകാത്തവർക്കുള്ള പിഴ വരുന്നത് ദിവസത്തിന് 250 രൂപയാണ്. പരമാവധി 25,000 രൂപ വരെയാണ് പിഴ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വിവരാവകാശ ഭേദഗതി നിയമം 2019 കുറിച്ച് പറയാം. വിവരാവകാശ ഭേദഗതി നിയമം 2019 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 13, 16, 27 എന്നിവ ഭേദഗതി ചെയ്താണ് 2019 RTI ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഭേദഗതി നിലവിൽ വന്നത്. വിവരാവകാശ നിയമ ബിൽ 2019 ആരാണ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അന്നത്തെ പബ്ലിക് ഗ്രീവൻസ് മന്ത്രിയായിരുന്ന ജിതേന്ദ്ര സിംഗ് ആയിരുന്നു. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 19 ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 ഈ ഭേദഗതി എന്തൊക്കെയാണ് പറയുന്നത് പറഞ്ഞാൽ മുൻപ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 5 വർഷമായിരുന്നു. അപ്പോൾ നമ്മൾ 5 വർഷം എന്നാണ് പഠിച്ചിട്ടുള്ളത്. വിവരാവകാശ നിയമത്തിന്റെ അവരുടെ കാലാവധി 5 വർഷം എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു ഇത് എങ്ങനെയാക്കി? കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന കാലയളവ് വരെ ഓഫീസ് വ്യവസ്ഥ ചെയ്യണം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 65 വയസ്സ് വരെ എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ മുൻപ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും ശമ്പളം, വേതനം, മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെയും ശമ്പളത്തിന് ഈക്വൽ ആയിരുന്നു.
എന്നാൽ ഈ ഭേദഗതി നിയമപ്രകാരം ശമ്പളം, വേതനം, മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാക്കി. അത് അനുസരിച്ച് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2.5 ലക്ഷം രൂപയും കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയും ആക്കി. ഓക്കെ, അതാണ് കേന്ദ്ര വിവരാവകാശ ഭേദഗതി നിയമത്തിൽ പറയുന്നത്. ഇനി ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത കുറച്ചുണ്ട്. എല്ലാവരും നമ്മൾക്ക് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ചില രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പല രഹസ്യാന്വേഷണ ഏജൻസികളൊന്നും അതുപോലെ സുരക്ഷാ ഏജൻസികളൊന്നും നമ്മുടെ ഏതിന് കീഴിൽ വരുന്നില്ല? മുഖ്യ വിവരാവകാശം എന്നല്ല, വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്നില്ല. അതിൽ വരുന്ന കുറച്ചാണ് അസം റൈഫിൾസ്, ഇൻ്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, സശസ്ത്ര സീമാ ബെല്ല്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്, ഡയറക്ടേഴ്സ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, ബോർഡർ റോഡ് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷൻ, പിന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. ഇവരൊന്നും ആർക്ക് കീഴിൽ വരുന്നില്ല? വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഈ വകുപ്പ് അനുസരിച്ച് കുറച്ച് പേരോട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഗവൺമെൻറ്റിന് അതായത് പൗരന്മാർക്ക് ഗവൺമെൻറ്റിന് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ബാധ്യതയില്ല. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ. അല്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റീസിൻ്റെ ഒന്നും വിവരങ്ങൾ ഏത് പൗരനോടും പറയാനുള്ള ബാധ്യത ഗവൺമെൻറ്റിന് ഇല്ല പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങളും രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ. അതിലാണ് അസം റൈഫിൾസ് വന്നു, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് വന്നു, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്തെ തന്ത്രപരമായോ ശാസ്ത്രീയപരമായോ സാമ്പത്തികപരമായോ ആയ താല്പര്യങ്ങൾ, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ, അവയൊന്നും നമുക്ക് വേറൊരാളുമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കോടതിയുടെയോ ട്രൈബ്യൂണലുകളുടെയോ അവകാശങ്ങൾ ലംഘിക്കുന്നതോ കോടതി ഉത്തരവുകളാൽ പ്രസിദ്ധീകരണം നിരോധിച്ചതോ ആയ വിവരങ്ങൾ, കോടതി ഈ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് പറഞ്ഞ വിവരങ്ങളൊന്നും നമുക്ക് ഈ വിവരാവകാശ നിയമപ്രകാരം നേടാൻ കഴിയില്ല. അതുപോലെ പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായിരുന്ന വിവരങ്ങളും പൊതുജന താൽപ്പര്യം ഇല്ല എന്ന് യുക്താധികാരികൾക്ക് തൃപ്തകരമായി ബോധ്യപ്പെട്ടിട്ടും മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത്, വാണിജ്യ വിശ്വസ്തത എന്നിവ ഉൾപ്പെടുന്ന വിവരങ്ങൾ, പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങൾ, പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങൾ, പിന്നെ കുറ്റവാളിയുടെ വിചാരണയെയോ അറസ്റ്റിനെയോ അന്വേഷണ പ്രക്രിയയോ തടസ്സം വരുത്തുന്ന വിവരങ്ങൾ. ഇതിപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നേടാൻ കഴിയില്ല. അതുപോലെ ക്യാബിനറ്റ് പേപ്പറുകൾ, ഇവയെക്കുറിച്ചിട്ടൊന്നും നമുക്ക് ഈ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നേടാൻ കഴിയില്ല. ഇവയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് എന്തിനെക്കുറിച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞു, വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ കമ്മീഷൻ വന്നത് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഒരുവിധം പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിലവിൽ വന്ന 2005 ഒക്ടോബർ 12-നാണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. അതിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതി APJ അബ്ദുൽ കലാം എന്നും ആ സമയത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി എന്നും, പിന്നെ ഷെഡ്യൂളുകൾ 2 അധ്യായങ്ങൾ 6 വകുപ്പുകൾ 31 ആണെന്ന് പറഞ്ഞു. പിന്നെ വിവരാവകാശം ഒരു മൗലികാവകാശമായി വരുന്നത് ആർട്ടിക്കിൾ 19(1) പ്രകാരമാണ് എന്ന് പറഞ്ഞു. ഈ നിയമങ്ങളിൽ വരുന്ന കോടതികൾ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയാണെന്ന് പറഞ്ഞു. ഈ നിയമം പാസ്സാക്കാൻ വേണ്ടി വന്ന പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്തൂൺ കിസാൻ ശക്തി സംഗഠൻ എന്ന് പറഞ്ഞു. നേതൃത്വം നൽകിയത് അർണ റോയാണ്. അതെവിടെയെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ നിയമനത്തെക്കുറിച്ച് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ, 10-ൽ കൂടാത്ത ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും
10ൽ കൂടുതലത്തെ വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആസ്ഥാനം CIC ഭവനാണ് എന്ന് പറഞ്ഞു. പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയിൽ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ഉണ്ടാവും, പിന്നെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പിന്നെ പ്രധാനമന്ത്രി പറയുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും പറഞ്ഞു. ഇതേ നിയമനത്തിലൊക്കെ ഇതൊക്കെ തന്നെയാണ് കേന്ദ്രത്തിലും കേരളത്തിലും വരുന്നത്, സംസ്ഥാനങ്ങളിലും വരുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നിയമസഭ എന്നല്ല, കേരളത്തിൽ അവർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണെങ്കിൽ കേന്ദ്രത്തിൽ രാഷ്ട്രപതിക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപേക്ഷ കിട്ടേണ്ടത്, അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും തുടർന്നും വേറൊരു നല്ല ക്ലാസ്സുമായി വരുന്നതായിട്ടും. ബൈ.